ബീട്രൂട്ട് വെച്ച് ഫുഡ് കളർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ബീട്രൂട്ട് ഇങ്ങനെയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാലും മതി. ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പരക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒരുമാതിരി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ബീട്രൂട്ട് നമ്മൾ വെറുതെ കളയല്ല, നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസും കൂടി എടുക്കാം. ഇനി നമുക്ക് ഈ അരച്ചെടുത്തത് ഒന്ന് അരിച്ച് എടുക്കാം. നേരത്തെ ആ ജ്യൂസ് ഉണ്ടാക്കി വെച്ചേക്കുന്നതിനകത്തോട്ട് തന്നെയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമ്മുടെ ആ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓണാക്കി ചെറിയ ഫ്ലെയിമിലിട്ട് അതൊക്കെ നമുക്കിതൊന്ന് വറ്റിച്ച് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഫുഡ് കളറൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കെമിക്കൽസൊക്കെ ആഡ് ചെയ്തതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും ബെറ്റർ. കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം ഇങ്ങനത്തെയൊക്കെ കളർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ബീട്രൂട്ട് വെച്ച് മാത്രമല്ല, നമുക്ക് ക്യാരറ്റ് വെച്ചും അതുപോലെ ചീരയുടെ കിളുന്ന ഇല വെച്ചും ഒക്കെ നമുക്ക് ഇതുപോലെ കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പരുവായിട്ടുണ്ട്. അത് കയ്യിലിങ്ങനെ ഒട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. ഒരുപാട് അങ്ങനെ ഒറ്റനൂൽ പരുവം പോലെ ആവരുത്, ജസ്റ്റ് ഇങ്ങനെ ഒട്ടുക മാത്രമേ ചെയ്യാവൂ കേട്ടോ. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തോട്ടോ എന്തെങ്കിലും ഒരു ബോട്ടിലിനകത്തോട്ട് നമുക്ക് അടച്ചു വെച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് ഞാൻ ഈ ഫുഡ് കളർ വെച്ച് ഉണ്ടാക്കിയെടുത്ത കേക്കാണ്. ഈ റോസ് കളർ അത് വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രീൻ കളറ് ചീരയുടെ ഇല വെച്ചുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒത്തിരി ഡാർക്ക് കളർ നമുക്ക് കിട്ടത്തില്ല, എന്നാലും ഹെൽത്തി ആയിട്ടുള്ളതായത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.